ഹലോ RPF-ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ്റെ ക്ലാസ് 2 ആണ്. അപ്പോൾ ക്ലാസ് 1-ൽ നമ്മൾ ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിരുന്നു. അതിൻ്റെ അകത്ത് ഇനി ഒരു ക്രിക്കറ്റ് ബേസ്ഡ് 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു. അതിന് മുമ്പ് തന്നെ അത് നമുക്ക് ചെയ്യിപ്പിക്കാം. അതിനു മുമ്പ് തന്നെ ഈ ഒരു മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ മിക്സിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ. മിക്സിംഗ് ആണ് ഇവിടെ എല്ലാം വന്നേക്കുന്നത്, പക്ഷേ 2-3 തവണ മിക്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 50 ലിറ്റർ മിൽക്ക് എടുത്ത് വെച്ചേക്കുവാന്ന് വെച്ചോ. ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് പോവാണ്, കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരു വെസലുണ്ട്, ഒരു 50 ലിറ്റർ മിൽക്ക് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് വെച്ചോ. 50 ലിറ്റർ മിൽക്ക്. എന്നിട്ട് നമ്മൾ ചെയ്യുവാണ്, ഓരോ 5 ലിറ്റർ നമ്മൾ മാറ്റുവാണ്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഒരു 5 ലിറ്റർ മാറ്റി മിൽക്ക് എടുത്ത് മാറ്റിയിട്ട് 5 ലിറ്റർ വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുവാണ്. ഓക്കെ, 5 ലിറ്റർ മിൽക്ക് മാറ്റി 5 ലിറ്റർ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാണ്. ഇപ്പോൾ ആ വെസലിൻ്റെ അകത്ത് എന്താണുള്ളത്? 45 ലിറ്റർ മിൽക്കും അതേപോലെ തന്നെ 5 ലിറ്റർ വാട്ടറും ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഇനിയും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ആണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ 50 ലിറ്റർ ആണ് മൊത്തത്തിൽ ഉള്ളത്. അതിൻ്റെ അകത്തുനിന്ന് വീണ്ടും 5 ലിറ്റർ നമ്മൾ എടുത്ത് മാറ്റുവാണ്, വീണ്ടും ഒരു 5 ലിറ്റർ വെള്ളം ഒഴിക്കുവാണെന്ന് പറയുവാണ്. അപ്പോൾ 5 ലിറ്റർ എടുത്ത് മാറ്റുമ്പോൾ ഈ 5 ലിറ്ററിൽ എന്തൊക്കെയാണുള്ളത്? മിൽക്കും ഉണ്ട്, വാട്ടറും ഉണ്ട്. അപ്പം നമ്മളിവിടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ കുറച്ച് കൺസെപ്റ്റും കൂടെ ആലോചിക്കുക. ഓക്കെ, ഞാൻ പറയുന്ന ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കേട്ട് പഠിക്കുക, കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ഈ റെയിൽവേ എക്സാം നിങ്ങളിപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയാലും അത്യാവശ്യം കുറച്ച് വർഷം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇപ്പോൾ RPF-ൻ്റെ എക്സാം നടക്കുന്നില്ലല്ലോ. അപ്പോൾ എന്നാലും നമ്മൾ ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റേഷ്യോ എങ്ങനെയാണ് കിട്ടുന്നത്? ഇവിടെ 50 ലിറ്റർ ആണുള്ളത്. 50 ലിറ്ററിൽ മിൽക്ക് 45 വാട്ടർ 5 എന്ന് പറയുമ്പോൾ റേഷ്യോ 9:1 റേഷ്യോയിലാണ്. എന്ന് പറഞ്ഞാൽ മിൽക്കിൻ്റെ റേഷ്യോ 9, വാട്ടറിൻ്റെ റേഷ്യോ 1. ഓക്കെ, ഇനി ഇവിടെ 50 ലിറ്റർ ആണുള്ളത്. അപ്പോൾ 45 ലിറ്ററും 5 ലിറ്ററും ഇതിൻ്റെ അകത്തുനിന്ന് 5 ലിറ്റർ ഇനി പുറത്തെടുക്കുകയാണ്. 5 ലിറ്റർ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ഈ 5 ലിറ്ററിൽ കുറച്ച് ഭാഗം മിൽക്കും ആയിരിക്കും, കുറച്ച് ഭാഗം എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. എത്രയായിരിക്കും മിൽക്ക് വരിക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്ര ഭാഗമുണ്ട്? 9:1 റേഷ്യോ അല്ലേ? എന്ന് പറഞ്ഞാൽ 9 യൂണിറ്റ് ആണ്. ഈ 5 യൂണിറ്റിൽ 5 ലിറ്ററിൽ 9 യൂണിറ്റ് മിൽക്ക് ആയിരിക്കും. എത്രയിൽ 9? 10-ൽ 9 എന്ന് പറയുന്നത് എന്തായിരിക്കും? മിൽക്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഏകദേശം 4.5 എന്ന് പറയുന്നത് എന്താണ്? 4.5 ലിറ്റർ മിൽക്കും ആയിരിക്കും, ബാക്കിയുള്ളൊരു 0.5 എന്തായിരിക്കും? വാട്ടറും ആയിരിക്കും. നമ്മളിങ്ങനെ ഈ പ്രോസസ്സ് ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം ഇവിടെ നമ്മളൊരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെള്ളത്തിൻ്റെയും പാലിൻ്റെയും മിക്സ്ചറാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 5 ലിറ്റർ മാറ്റുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കണം, ആ 5-ൽ ആരൊക്കെ പോയി എന്ന് ആലോചിക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? 45 മിൽക്ക് 45 അല്ല ഇപ്പോൾ ഉള്ളത്. 45 4.5 പോയി എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 40.5 വരത്തില്ലേ? അല്ലേ? 40.5 വരുമല്ലോ. ഇനി മിൽക്ക് കണ്ടുപിടിച്ചു, വാട്ടറും നമുക്കൊരു 0.5 പോയി, 4.5 ഇവിടെയും വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ വെച്ച് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് നോക്കിക്കേ. 50 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 5 ലിറ്റർ മാറ്റിയിട്ട് 5 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു, നമുക്ക് എപ്പോഴും ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആരെ മാത്രമാണ്? ഓൾറെഡി അവിടെ ഉള്ള ഒരു ലിക്വിഡിനെ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. മനസ്സിലായോ? ഓൾറെഡി അവിടെ ഉള്ള ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിൽക്കാണ് ഓൾറെഡി അവിടെ ഉള്ള ലിക്വിഡ്. അപ്പോൾ അത് മനസ്സിലായോ? മിൽക്ക് ഓൾറെഡി അവിടെ ഉള്ള ലിക്വിഡാണ്, അതിൻ്റെ അകത്തോട്ട് ഒരു ലിക്വിഡ് നമ്മൾ ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ഒഴിക്കുന്ന സാധനം നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കിട്ടത്തില്ല. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒഴിക്കുന്ന സാധനത്തിൻ്റെ വില നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ കിട്ടത്തില്ല. ഓൾറെഡി അവിടെ ഉള്ളതിൻ്റെ മാത്രമേ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി അവിടെ ഉള്ള എന്താണ്? മിൽക്കാണ്. അപ്പോൾ മിൽക്കിൻ്റെ ഫൈനൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മിൽക്കിൻ്റെ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഇൻറ്റു 1 മൈനസ് റേറ്റ്, എത്ര റേറ്റിലാണോ മാറ്റുന്നത്, ഇവിടെ 5 ലിറ്റർ അല്ലേ മാറ്റിക്കൊണ്ടിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ ഹോൾ റൈസ് ടു n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 2 തവണയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ വാല്യൂ ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ ഓഫ് മിൽക്ക് 50 ആയിരുന്നു. 1 മൈനസ് R എന്ന് പറഞ്ഞാൽ റേറ്റ് 5 ലിറ്റർ ആണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. I എന്ന് പറയുന്ന ഇനിഷ്യൽ വാല്യൂ ഓഫ് മിൽക്ക് ദ ഹോൾ റൈസ് ടു n. n എന്ന് പറഞ്ഞാൽ 2 തവണ ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് 1/10 ആയി. ഇനി നോക്കിയേ, 1 മൈനസ് 1/10 നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? 9/10 എന്ന് കിട്ടത്തില്ല. നോക്കിയേ, ഈ 10 ഇൻറ്റു 1 10, 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ 10 9/10. ഓക്കെ, എങ്ങനെയല്ലേ വരിക? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 9/10 സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 9/10 ഇൻറ്റു 9/10. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ 50ഉം ഇവിടെ ഒരു 100ഉം അല്ലേ, ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ 2 എന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 81 ഡിവൈഡ് ബൈ 2. 81 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 80ന്റെ പകുതി ആകുമ്പോൾ 40, പിന്നെ 1ന്റെ പകുതി 40.5. ഓക്കെ, 40.5 അല്ലേ നമുക്ക് കിട്ടിയത് ഫൈനൽ വാല്യൂ ഓഫ് മിൽക്ക്. അതല്ലേ നമ്മൾ നേരത്തെ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇത് ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്നില്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ എന്താ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് ഇക്വേഷൻ? ഫൈനൽ വാല്യൂ ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 1 മൈനസ് R ബൈ I ദ ഹോൾ റൈസ് ടു n. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്ന എന്താണ്? ഫ്രം എ കാസ്ക് ഫുൾ ഓഫ് മിൽക്ക് 10 ലിറ്റർ ഈസ് ടേക്കൺ ഔട്ട് ഓഫ് 50 ലിറ്റർ ആൻഡ് ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു വെസലാണ്, അതിൽ മൊത്തത്തിൽ മിൽക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് 10 ലിറ്റർ നമ്മൾ എടുത്ത് മാറ്റുവാണ്. ഏതെന്നാ 10 ലിറ്റർ എടുത്ത് മാറ്റുന്നേ? 50 ലിറ്റർ മിൽക്ക് ഉണ്ട്, അതിന്നാണ് 10 ലിറ്റർ എടുത്ത് മാറ്റുന്നത്. 50 ലിറ്റർ മിൽക്കിൽ നിന്ന് 10 ലിറ്റർ നമ്മൾ എടുത്ത് മാറ്റുന്നു. ആൻഡ് ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ 10 ലിറ്റർ ഇങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ വെള്ളം 10 എടുത്ത് മാറ്റിയിട്ട് 10 വെള്ളം ഒഴിക്കുവാണ്. അപ്പോൾ 10 വെള്ളം നമ്മൾ ഒഴിച്ചു. അപ്പോൾ എന്നിട്ട് ദിസ് വാസ് ഡൺ ട്വൈസ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ടൈംസ്. ഈ സെയിം പ്രോസസ്സ് 2 തവണ ചെയ്തു, മൊത്തത്തിൽ 2 തവണ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10 ലിറ്റർ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യം? 2 തവണ. അങ്ങനെയാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ലെഫ്റ്റ്. അപ്പോൾ മിൽക്ക്, ബാക്കിയുള്ള മിൽക്ക് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ? ഫൈനൽ ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ ഇൻറ്റു 1 മൈനസ് R ബൈ എന്താണ്? I ദ ഹോൾ റൈസ് ടു n. ഇവിടെ നമ്മൾ വെള്ളം ആണ് ഒഴിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഓൾറെഡി അവിടെ ഉള്ള മിൽക്കിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ F എന്ന് പറയുന്നത്, I എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇനിഷ്യൽ വാല്യൂ ഓഫ് മിൽക്ക് 50, 1 മൈനസ് റേറ്റ് എത്ര? 6, 10 ഡിവൈഡഡ് ബൈ 50 ദ ഹോൾ റൈസ് ടു n. n എന്ന് പറയുന്നത് ഇവിടെ എത്ര വരുന്നത്? 2. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു ഇവിടെ എത്ര? 1 മൈനസ് 1/5. 1 മൈനസ് 1/5 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 4/5. 4/5ന്റെ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 50 ഇൻറ്റു 4 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5. 5 ഇൻറ്റു 5 25, 25 50 കൂടെ ആകുമ്പോൾ ഇവിടെ 2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ഇൻറ്റു 4 എത്ര? ഒന്നുകിൽ 4 ഇൻറ്റു 8, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 4 32 ലിറ്റർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. എന്ന് പറഞ്ഞാൽ 32 ലിറ്റർ മിൽക്ക് നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിന്റെ അളവ് ചോദിക്കുകയാണെങ്കിലോ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുക, വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നൗ ലെഫ്റ്റ് ഇൻ ദ കാസ്ക്? ആ കാസ്കിൽ ഇപ്പം എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഉണ്ടെന്ന് വേണമെങ്കിൽ ചോദിക്കാം. എങ്ങനെയാ വാട്ടറിന്റെ അളവ് കണ്ടുപിടിക്കുക? വാട്ടറിന്റെ അളവ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഒന്ന് നോക്കിക്കുക. 50 ലിറ്റർ മിൽക്ക് ഉണ്ടായിരുന്നു, 10 ലിറ്റർ എടുത്ത് മാറ്റിയിട്ട് 10 വെള്ളം ഒഴിക്കുക. വീണ്ടും ഒരു 10 ലിറ്റർ ഈ 50 ലിറ്റർ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ഒരു 10 വെള്ളം ഒഴിക്കുക എന്ന് പറയുമ്പോൾ ഫൈനലി എന്ന് പറഞ്ഞാൽ എപ്പോഴെടുത്ത് നോക്കിയാലും ഈ ഒരു കാസ്കിൻ്റെ അകത്ത് എത്ര ലിറ്റർ ഉണ്ട്? 50 ലിറ്റർ ഉണ്ട്.
അതിനൊരു വ്യത്യാസവും ഇല്ല. എപ്പോൾ എടുത്ത് നോക്കിയാലും 50 ലിറ്റർ തന്നെയാണ്. അപ്പോൾ 32 ലിറ്റർ മിൽക്ക് ആണെങ്കിൽ ബാക്കിയുള്ളത് വാട്ടർ ആയിരിക്കുമല്ലോ. 50 - 32 എന്ന് പറഞ്ഞാൽ എത്ര? 18 ലിറ്റർ എന്തായിരിക്കും? വാട്ടർ ആണ്. ഞാൻ ഇത് ജസ്റ്റ് പറഞ്ഞതാണ്. ഈ ക്വസ്റ്റ്യനിൽ മിൽക്കിന്റെ വാല്യൂ മാത്രം മതിയായിരുന്നു. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A container contains 40 liters of milk. From this container, 4 liters of milk was taken out and replaced with water. This process was repeated further 2 more times. ഈ വാക്ക് ശ്രദ്ധിക്കുക. ഫർദർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും ഒരു 2 തവണ ഇത് ചെയ്യുവാണ്. അതിനർത്ഥം നേരത്തെ ഒരു പ്രാവശ്യം 4 ലിറ്റർ എടുത്ത് മാറ്റിയിട്ട് 4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫർദർ 2 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇനിയും 2 തവണ ചെയ്യുന്നു. മൊത്തത്തിൽ 3 തവണയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായോ? 40 ഒരു കണ്ടെയ്നറിൽ 40 ലിറ്റർ മിൽക്ക് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് 4 ലിറ്റർ മിൽക്ക് എടുത്ത് മാറ്റിയിട്ട് എന്താ 4 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. ആ പ്രോസസ്സ് 3 ടൈംസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള മിൽക്ക് എത്ര എന്നാണ് ചോദ്യം. ആ കണ്ടെയ്നറിനകത്തുള്ള ബാക്കിയുള്ള മിൽക്ക് എന്താണ് ചോദ്യം. എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നമ്മുടെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. ഇക്വേഷൻ എപ്പോഴും എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, മനസ്സിൽ ചെയ്യാലോ. ഫൈനൽ വാല്യൂ ഇസ് ഇക്വൽ ടു ഇനിഷ്യൽ വാല്യൂ 40 ആണല്ലോ. 1 മൈനസ് റേറ്റ് എത്ര? 4 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ ഓഫ് മിൽക്ക് 40 ദ ഹോൾ റൈസ് ടു 3. ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് 1/10. 1 - 1/10 നേരത്തെയും ചെയ്തതാണ്. 9/10 എന്ന് നമുക്ക് കിട്ടും. ഈസ് ഇക്വൽ ടു 40 ഇൻറ്റു 9/10 ക്യൂബ്. ഓക്കെ, എത്ര വരുന്നത്? 40 ഇൻറ്റു 729 അല്ലേ? 9 ക്യൂബ്. 10 ക്യൂബ് എത്ര വരും? 1000 വരും. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ 729 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എന്തായാലും 2 സ്ഥാനം പോയിന്റ് ഇടേണ്ടി വരും. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ 729 എന്തായാലും 9 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ഉത്തരമായിട്ട് വരിക. 9 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള 2 വാല്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതും 9 വെച്ച് ഡിവിസിബിൾ ആണ്, ഇതും 9 വെച്ച് ഡിവിസിബിൾ ആയതുകൊണ്ട് തന്നെ ഫുള്ളി നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് എന്ത് വരും നോക്കിയേ. 4 × 9 36, 4 × 2 11, 1. ഓക്കെ, നമുക്ക് 16 വെച്ചിട്ട് അവസാനം എൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്ക് വരിക. ചെയ്യുന്ന മനസ്സിലായോ? പെട്ടെന്ന് കാൽക്കുലേഷൻ ഇംപ്രൂവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Several liters of acid were drawn off from a 54 liter vessel. എന്ന് പറഞ്ഞാൽ 54 ലിറ്റർ ഉള്ള വെസലിൽ നിന്ന് കുറച്ച് ആസിഡ് എടുത്ത് മാറ്റുവാണ്. എന്നിട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ മാറ്റി അത്രയും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ ദ സെയിം വോളിയം ഓഫ് മിസ്റ്റർ ഇസ് ഡ്രോൺ ഔട്ട് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ. വീണ്ടും എന്ത് ചെയ്യുക? ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 തവണ ആസിഡ് എടുത്ത് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു. 24 ലിറ്റർ പ്യുവർ ആസിഡാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര ആസിഡാണ് പുറത്തെടുത്ത് കളഞ്ഞത് എന്ന് പറഞ്ഞാൽ 6ന്റെ വാല്യൂ എത്ര റേറ്റ് ആണ് എടുത്ത് കളഞ്ഞതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 24 ലിറ്റർ ആണ് ഫൈനൽ വാല്യൂ ഓഫ് ആസിഡ്. ഇനിഷ്യൽ വാല്യൂ 54. 1 മൈനസ് 6 അതേപോലെ ഇടാനേ പറ്റത്തുള്ളൂ. ഇനിഷ്യൽ വാല്യൂ ഇവിടെ 54 ദ ഹോൾ റൈസ് ടു 2. ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? 54 ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. 24 ഈക്വൽ ടു 54. 54 മൈനസ് 6 ദ ഹോൾ 54 സ്ക്വയർ. ഈ 54 ഇതെന്ന് പറഞ്ഞാൽ 54 മൈനസ് 6 ദ ഹോൾ സ്ക്വയർ എന്നും 54 സ്ക്വയർ എന്നും എഴുതാം. എന്ന് പറഞ്ഞാൽ 54 മൈനസ് 6 ദ ഹോൾ സ്ക്വയർ എന്നും 54 ഇൻറ്റു 54 എന്നും നമുക്ക് വേണമെങ്കിൽ അതിനെ എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ മേളിലുള്ള ഒരു 54 ഇത്ര ഭാഗമല്ലേ ഉള്ളൂ. ഈ 54 ഈ ഒരു 54 കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഈ 50 നമ്മൾ 6ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 6 ഒറ്റയ്ക്ക് ഒരു സൈഡിൽ കിടക്കണം. ഈ ഡിവിഷനായിട്ട് കിടക്കുന്ന 54 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 24 ഇൻറ്റു 54 ഇസ് ഇക്വൽ ടു 54 മൈനസ് 6 ദ ഹോൾ സ്ക്വയർ. ഇത്രയല്ലേ വരിക. ഇനി സ്ക്വയർ ഇപ്പോൾ ഞാൻ പണ്ടത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 25 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
√25 ചെയ്താൽ പോരെ? എക്സ് സ്ക്വയറിൽ നിന്ന് എക്സിലോട്ട് എത്താൻ വേണ്ടി സ്ക്വയർ റൂട്ടാണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടുത്തെ സ്ക്വയർ റൂട്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മൾ റൂട്ട് എടുക്കുക. 24 × 54 = 54 - 6. ഇത് നോക്കിക്കേ, 24-നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 4. 54-നെ എഴുതാം 6 × 9. നോക്കിക്കേ, ഇവിടെ 6 വെളിയിൽ വന്നു, ഒരു 6 പുറത്തായി. 4 എന്ന് പറഞ്ഞാൽ √4 എന്ന് പറഞ്ഞാൽ 2 പുറത്തായി. √9 എന്ന് പറഞ്ഞാൽ ഒരു 3 പുറത്തായി. 54 - 6 ആണ് നമ്മുടേത്. ഇനി അടുത്ത് ഇവിടെ 36 = 54 - 6. 6 എന്ന് പറഞ്ഞാൽ +6 ആണോ ഇങ്ങോട്ട് കൊണ്ടുവരിക? 6 = 54 - 36. ആൻസർ എത്ര? 18 ലിറ്റർ. ഓപ്ഷൻ സി 18 ലിറ്റർ ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. മനസ്സിലായോ? ഇവിടെ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് നമുക്ക് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ ഒരു പാറ്റേണിൽ വന്നാൽ ഒരിക്കലും ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതരുത്. ആ സ്ക്വയർ പോകുന്ന രീതിയിൽ സ്ക്വയർ റൂട്ട് എടുത്ത് വേണം എപ്പോഴും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ഇത് കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വരാവുന്നതിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഏരിയയിൽ വരാവുന്നതിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പോൾ എ വെസൽ ഈസ് ഫുള്ളി ഫിൽഡ് വിത്ത് എ സ്പെഷ്യൽ ലിക്വിഡ്. ഒരു സ്പെഷ്യൽ ലിക്വിഡ് വെച്ചിട്ട് ഒരു വെസൽ ഫുള്ളി ഫിൽഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, 4 ലിറ്റർ ഓഫ് ദ മിക്സ്ചർ ഈസ് ഡ്രോൺ ഓഫ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് 4 ലിറ്റർ എടുത്ത് കളഞ്ഞു. എന്നിട്ട് റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ, 4 ലിറ്റർ വെള്ളം നമ്മളങ്ങ് ഒഴിച്ചു വെച്ചു. അപ്പോൾ ദ റേഷ്യോ ഓഫ് ദ സ്പെഷ്യൽ ലിക്വിഡ് ടു ദ വാട്ടർ ബിക്കം 1:2. അപ്പോൾ സ്പെഷ്യൽ ലിക്വിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദ വെസലാണ് ചോദ്യം. അപ്പോൾ ഫൈനലി സ്പെഷ്യൽ ലിക്വിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ ആണ് 1:2 എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇപ്പോൾ സ്പെഷ്യൽ ലിക്വിഡ് 1x എന്ന് വേണമെങ്കിൽ, സ്പെഷ്യൽ ലിക്വിഡിൻ്റെ അളവ് 1x എന്നും വാട്ടറിൻ്റെ അളവ് 2x എന്ന് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ആ വെസലിൻ്റെ അകത്ത് ഇപ്പം എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? 3x ക്വാണ്ടിറ്റി ഇല്ലേ? എന്ന് പറഞ്ഞാൽ ആ വെസലിൻ്റെ അകത്ത് ഇപ്പം മൊത്തത്തിൽ 3x ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആദ്യമുള്ള അത്രയും വില തന്നെയാണ് അവസാനം വരുമ്പോഴും ആ ഒരു വെസലിൻ്റെ അകത്ത് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? 3x ക്വാണ്ടിറ്റി അവിടെ ഉണ്ട്. അവസാനമായപ്പോഴും 3x ഉണ്ട്. പക്ഷെ അത് സ്പെഷ്യൽ ലിക്വിഡിൻ്റെ മാത്രമല്ല 3x വരിക, സ്പെഷ്യൽ ലിക്വിഡ് 1x വാട്ടറിൻ്റെ 2x വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ 3x സ്പെഷ്യൽ ലിക്വിഡ് ഉള്ള ഒരു വെസൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് 4 ലിറ്റർ എടുത്ത് മാറ്റിയിട്ട് 4 ലിറ്റർ വെള്ളം ഒഴിച്ച് വീണ്ടും ഈ പ്രോസസ്സ് 2 തവണ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 2 തവണ ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന വെസലിൻ്റെ അകത്ത് മൊത്തത്തിൽ 3x തന്നെയാണ് ക്വാണ്ടിറ്റി ഉള്ളത്. അതിൽ 2x എന്താണ്? അതിൽ 1x-ഉം 2x-ഉം ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് 1x ആണെങ്കിൽ സ്പെഷ്യൽ ലിക്വിഡും ഉണ്ട്, 2x എന്താണ്? വാട്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി ഓഫ് ദ വെസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര വെള്ളം കൊള്ളൂന്ന്, അല്ലെങ്കിൽ എത്ര വെള്ളമല്ല എത്ര ലിക്വിഡ് കൊള്ളൂന്ന്. എന്ന് പറഞ്ഞാൽ 3x-ന്റെ വില എത്ര എന്നാണ് ചോദ്യം. മൊത്തത്തിൽ 3x അല്ലേ ഉള്ളത്. അപ്പോൾ 3x-ന്റെ വില കണ്ടുപിടിക്കുക. എക്സിൻ്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ വാല്യൂ ഇസ് ഇക്വൽ ടു I × 1 - R/I ഹോൾ റൈസ് ടു n. ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഏതിൻ്റെ ഫൈനൽ വാല്യൂ ആണ്? നമ്മളെ സ്പെഷ്യൽ ലിക്വിഡാണ് ആദ്യം മുതലേ അതിൻ്റെ അകത്തുള്ളത്. ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ നമുക്ക് കിട്ടത്തില്ല. വാട്ടറിൻ്റെ ഫൈനൽ വാല്യൂ ഒരിക്കലും കിട്ടത്തില്ല, സ്പെഷ്യൽ ലിക്വിഡിൻ്റെ കിട്ടത്തുള്ളൂ. ഫൈനൽ വാല്യൂ സ്പെഷ്യൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1x ആണ്. 1x ഇനിഷ്യൽ വാല്യൂ സ്പെഷ്യൽ ലിക്വിഡ് ആദ്യമേ എത്ര ഉണ്ടായിരുന്നു? 3x ഉണ്ടായിരുന്നു. 3x കൊടുത്തു. 1 മൈനസ് റേറ്റ് എത്ര? 4 ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വാല്യൂ എത്ര? ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തത്തിൽ ആദ്യമേ സ്പെഷ്യൽ ലിക്വിഡ് 3x ഇല്ലായിരുന്നോ? 3x ഉണ്ടായിരുന്നു. ദ ഹോൾ റൈസ് ടു എത്ര പ്രാവശ്യമാണ്? റീപ്ലേസ്ഡ് വിത്ത് വാട്ടർ ഒരു തവണ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ, 1. അപ്പോൾ ഈ എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോയി നമുക്ക് കിട്ടുന്നത് 1 = 3 ഇൻറ്റു ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക 3x - 4 ദ ഡിവൈഡ് ബൈ 3x. ഈ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയി. ഈ x ഇപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 1x = 3x - 4. ഓക്കെ, ഈ -4 ഇപ്പുറത്തുണ്ട്, എക്സ് ഇപ്പുറത്തുണ്ട്. അപ്പോൾ 4 = 3x - x എന്ന് പറഞ്ഞാൽ 2x = 4 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ എത്ര? 2. എക്സിൻ്റെ വാല്യൂ 2 ലിറ്റർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3x അല്ലേ? എന്ന് പറഞ്ഞാൽ 3 × 2 6 ലിറ്റർ ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അഥവാ മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടിരുന്നാൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുപഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ RPF കോഴ്സ് എന്തെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദിശ അക്കാഡമിയിൽ ഓൺലൈനായിട്ട് കോഴ്സസ് ഉണ്ട് RPF. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ നമ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണ് എല്ലാ സ്ഥലത്തും. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരിക. അപ്പോൾ ഇത്രയും താങ്ക് യു കേട്ടോ.